നമസ്കാരം. ഇന്ന് നമുക്ക് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഒന്ന് നോക്കാം. ആർഷ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഭാരതീയ സംസ്കാരത്തെ ദീപ്തമാക്കിയ സന്യാസി വര്യന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ. സാമൂഹികമായ സൗഹാർദ്ദത്തിനും കെട്ടുറപ്പിനും തുരങ്കം വയ്ക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ. അങ്ങനെ സമൂഹത്തിലെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്ത ഒരു നായകനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പേര് കുട്ടിക്കാലത്ത് അയ്യപ്പൻ, കുഞ്ഞൻപിള്ള, ഷൺമുഖദാസൻ, ചട്ടമ്പി സ്വാമികൾ, അത് അവസാനം വിദ്യാധിരാജയിൽ വരെ എത്തിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടങ്ങാത്ത വിജ്ഞാനദാഹം, ബിഷപ്പിനേക്കാൾ അദ്ദേഹത്തിന് വിജ്ഞാനദാഹമായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ അദ്ദേഹത്തെ മതിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വളരെ പ്രസിദ്ധമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി എന്നിവയിൽ ഉച്ചനീചത്വങ്ങളും അർത്ഥശൂന്യതകളും ഒക്കെ അദ്ദേഹം വരച്ചു കാട്ടിയിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലെല്ലാം തൊഴിലിനനുസൃതമായിരുന്നല്ലോ ജാതി നിശ്ചയിച്ചിരുന്നത്. അത് അദ്ദേഹം ശക്തമായി എതിർത്തു. കാരണം അദ്ദേഹം തന്നെ പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നു. ഉദാഹരണമായി നിർമ്മാണ തൊഴിലാളി, ആധാരമെഴുത്തുകാരൻ, ഗുമസ്തൻ, കലാകാരൻ, ഗുരു, വേദാന്തി എന്നീ തുറകളിലൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടി വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ കണ്ണിൽ കൃഷിക്കാർ എന്ന് പറയുന്നത് പ്രത്യക്ഷ ദൈവങ്ങളാണെന്നാണ് പറയുന്നത്. അത്രമേൽ അദ്ദേഹം അവർക്ക് പ്രാധാന്യം കൊടുത്തു. ഇത് മാത്രമല്ല, ഭാഷാ പണ്ഡിതൻ, കവി, ഗവേഷകൻ, നിരൂപകൻ, ചരിത്രകാരൻ, യോഗി, പ്രകൃതിസ്നേഹി, താന്ത്രികൻ, സംഗീതജ്ഞൻ, അഹിംസാവാദി, മർമ്മജ്ഞൻ, ആരോഗ്യ മേഖലയിൽ അതായത് ആയുർവേദ രംഗത്തെ വിദഗ്ധനൊക്കെയായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം നെയ്യാറ്റിൻകര രജിസ്റ്റർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റു കീഴുദ്യോഗസ്ഥർക്കെല്ലാം ശമ്പളവും വേതനവും വളരെ കുറവായിരുന്നു. അവർ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ശ്രീ ചട്ടമ്പി സ്വാമികൾ തൻ്റെ വേതനത്തിൽ ഏറിയ പങ്കും അവർക്ക് വിതരണം ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണമൂലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ നങ്കാദേവിയുടെയും ശർമ്മയുടെയും മകനായാണ് ഇദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലം വളരെ ദാരിദ്ര്യപൂർണമായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലേണ്ട. അദ്ദേഹം എന്താണ് നമ്മുടെ സമൂഹത്തിന് തന്നിട്ട് പോയിട്ടുള്ള സേവനങ്ങൾ, എന്താണ് അദ്ദേഹം തന്നിട്ട് പോയിട്ടുള്ള അറിവുകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മതം എന്നത് മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഭിന്നിപ്പിക്കാനുള്ളതല്ല എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ദർശനം. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ക്രിയേഷനാണ്. അത് ആ മനുഷ്യൻ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ മനുഷ്യന് മാത്രമേ അത് ഡിസ്ട്രോയ് ചെയ്യാൻ, ആ ജാതി വ്യവസ്ഥയെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പാതയിൽ കൂടി നടന്നു പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയം അജ്ഞാനത്തിൻ്റെ സന്താനമാണ്. അറിവ് ഭയത്തെ നശിപ്പിക്കും. ധർമ്മം മനുഷ്യനെ ഉയർത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതൊക്കെ അദ്ദേഹം നമുക്ക് തന്ന ദർശനങ്ങളാണ്. സമ്പത്ത് സ്വയം ഉപയോഗിക്കുന്നവൻ ദരിദ്രനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് മറ്റുള്ളവർക്ക് കൂടി വീതിച്ച് നൽകണം. മനുഷ്യ ജീവിത ലക്ഷ്യം സ്വയം തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
അനാവശ്യമായ അതിർവരമ്പുകൾ, അന്യായങ്ങൾ ഇതൊക്കെ മനുഷ്യ മനസ്സാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെ പൊളിച്ചെറിയാനുള്ള ശക്തി നമ്മുടെ കൈകളിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറം ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമ്മൾ സ്വന്തം ഉണ്മയെ തിരിച്ചറിയാനാണ് അദ്ദേഹം പറയുന്നത്. മലയാള ഭാഷയുടെ ഉത്ഭവം, തമിഴുമായുള്ള ബന്ധം, ചരിത്രപരമായ മറ്റു തെളിവുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാചീന മലയാള ഭാഷ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദങ്ങൾ എന്നത് ബ്രാഹ്മണർക്ക് മാത്രം പ്രാപ്യമായ ഒന്നല്ല. അത് ആർക്കും ഏത് വിഭാഗത്തിനും പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള അധികാരമുണ്ടെന്ന് അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അടിവരയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രമുഖ ഗ്രന്ഥമായ ജീവകാരുണ്യ നിർണയത്തിൽ അഹിംസയും കാരുണ്യവുമാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ദൈക്ഷണിക ചരിത്രത്തിലെ അപൂർവതയും അനന്യവുമാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം ഓരോ മനുഷ്യ മനസ്സും. അതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം. അയിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അയിത്തത്തെ അറബിക്കടലിൽ തള്ളണമെന്നാണ്. പണ്ട് വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മറ്റാരെക്കുറിച്ചുമല്ല. വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമി തിരുവടികളെയാണ് അങ്ങനെ പറഞ്ഞത്. ചട്ടമ്പിസ്വാമി തിരുവടികളിൽ നിന്നും വിവേകാനന്ദൻ ചെന്മുദ്രയും അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് വലിയ ഒരു അനുഗ്രഹമായി. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ്. ജാതി സമ്പ്രദായത്തെയും വർണ്ണാശ്രമ വ്യവസ്ഥയെയും അദ്ദേഹം വിമർശിച്ചു. വേദാധികാര നിരൂപണത്തിൽ ബ്രാഹ്മണരെ അദ്ദേഹം കണക്കിന് വിമർശിക്കുന്നുണ്ട്. അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം ഇതിലൊക്കെ വളരെ വ്യക്തമായി വേദപഠനത്തെക്കുറിച്ചും മറ്റും പ്രതിപാദിക്കുന്നുണ്ട്. ആത്മീയതയും സാമൂഹിക പുനരുജ്ജീവനവും ചേർന്ന മഹാപ്രതിഭ, സന്യാസി, ചിന്തകൻ, സാമൂഹിക നവോത്ഥാന നായകൻ ഇതൊക്കെയാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ. സ്വാമിക്ക് ഔപചാരിക വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. എന്നാൽ ഗുരുശിഷ്യ പരമ്പരയിലൂടെയും സ്വയം നേടിയ അഭ്യസനത്തിലൂടെയും വായനയിലൂടെയും നിരവധി ഭാഷകളിലും ശാസ്ത്രങ്ങളിലും അദ്ദേഹം വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. യോഗം, ധ്യാനം, തന്ത്രശാസ്ത്രം, വേദാന്തം, ആധ്യാത്മിക ഗ്രന്ഥപഠനം എന്നിവയിലും അദ്ദേഹം അഗ്രഗണ്യനായി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഓരോ ഭവനങ്ങളിൽ ഇന്ന ജാതി മതമെന്നില്ല, ഓരോ ഭവനങ്ങളിൽ അദ്ദേഹം പോവുകയും അവിടെ നിന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുലത്തിലുള്ളവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അത് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെ താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ എന്നൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലില്ല, നമ്മുടെ ഭൂമിയിലില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. സർവ്വ ജീവജാലങ്ങളോടും കരുണയോടുകൂടി പെരുമാറിയിരുന്നു. പ്രകൃതിയുടെ ഭാഷ, മറ്റ് ജീവജാലങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ എല്ലാം മനസ്സ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉറുമ്പിനോട് പോലും ഒരു കഠിനതയും കാണിക്കാതെ സർവ്വ ചരാചരങ്ങളെയും അദ്ദേഹം നാം തന്നെയാണ് അതിലും ഉള്ളത് എന്നുള്ള ദർശനമാണ് അതിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരെയും അവഗണിക്കരുത്, സകല മനുഷ്യരും ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്നാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ സമൂഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക ചിന്തകളെ മാറ്റിമറിച്ചു. എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരുപോലെ മാനിച്ചു. മതങ്ങൾ തമ്മിലുള്ള സഹവാസവും സൗഹൃദവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, മതം എന്ന് പറയുന്നത് മനുഷ്യനെ വേർതിരിക്കാനല്ല, അതെന്താണ്, അവയെ യോജിപ്പിക്കാനാണ്, മനുഷ്യ മനസ്സുകൾ തമ്മിൽ സ്നേഹം കൊണ്ട് ഊട്ടി ഉറപ്പിക്കാനാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. സമത്വ ദർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ജാതി, മത, വർഗ, ഭാഷ
എന്നിവ ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാ ജീവജാലങ്ങളെയും അതുപോലെ തന്നെ കാണാനുമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ജാതി വ്യവസ്ഥ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണെന്നും അതിനെ തകർക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറയാൻ മറ്റാർക്കാണ് കഴിയുക? വിദ്യാഭ്യാസം മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. സ്ത്രീയുടെ ഉന്നമനമില്ലാതെ ഒരു സമൂഹത്തിനും ഉയരാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആധ്യാത്മിക, സാമൂഹിക, സാംസ്കാരിക, കലാ സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ബഹുമുഖ പ്രതിഭയാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. 1924 മെയ് 5 അദ്ദേഹം തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങളും ചിന്തകളും അന്നും ഇന്നും എന്നും നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ, വഴികാട്ടിയാകണം. നമ്മളത് പിന്തുടരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.